വാട്ട് ഈസ് IELTS റീഡിംഗ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. IELTS റീഡിങ്ങിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള മൊഡ്യൂളായിട്ടാണ് അറിയപ്പെടുന്നത്. റൂൾസും പ്രോട്ടോക്കോളൊക്കെ ഒരു പരിധി വരെ ലിസണിംഗ് ആയിട്ട് സിമിലർ ആണ്. ഫോർ എക്സാമ്പിൾ 40 ക്വസ്റ്റ്യനാണ് ഇവിടെയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. 1 മണിക്കൂറാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ള സമയം. 3 പാസേജസ് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കണം. നിങ്ങൾ അക്കാഡമിക് ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഡിഫറെൻറ്റ് പാസേജാണ് വേണ്ടി വരിക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബയോളജി ഓഫ് ബിറ്റർനെസ് എന്ന പേരുള്ള ഒരു പാസേജാണ്. ഒരു പരിധിവരെ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ IELTSൻ്റെ റീഡിംഗ് ക്വസ്റ്റ്യനും. ഇവിടെ താഴെ ഒരു ചോദ്യം കാണാൻ പറ്റും. ദ റീസൺ വൈ ഗ്രേപ്പ് ഫ്രൂട്ട് ടേസ്റ്റ് ബിറ്റർ ഈസ് ബിക്കോസ് എ സബ്സ്റ്റൻസ് കോൾഡ് ഡാഷ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ഈ ചോദ്യം കണ്ടോ? നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഐ ഗിവ് 30 സെക്കൻഡ്. ഈ 30 സെക്കൻഡിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. ഐ ഹോപ്പ് ഉത്തരം കിട്ടിയത്. ടു ബി ഓണസ്റ്റ് 30 സെക്കൻഡ്സ് ഒന്നും ആവശ്യമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ ലെറ്റ്സ് സീ. ദി ആൻസർ ഈസ് നറിഞ്ചിൻ. നറിഞ്ചിൻ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. നറിഞ്ചിൻ എന്നാണ് ഉത്തരം. അത് കിടക്കുന്നത് നമ്മുടെ 3rd ലൈനിൽ അവസാനമായിട്ടാണ്. നറിഞ്ചിൻ എ നാച്ചുറൽ കെമിക്കൽ കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ ഗ്രേപ്പ് ഫ്രൂട്ട് ടേസ്റ്റ് ബിറ്റർ. ഓക്കെ, ഈ കോമ്പൗണ്ട് കാരണമാണ് ഗ്രേപ്പ് ഫ്രൂട്ടിന് ബിറ്റർ ടേസ്റ്റ് വരുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം ശരിയായത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 മോഡൽസ് ഉണ്ട്. ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ സെൻറ്റൻസ് കംപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. ഉറപ്പായിട്ട് ഉപകാരപ്പെടും. നൗ ലെറ്റ്സ് കം ബാക്ക്. ഇതാ അടുത്തായിട്ടൊരു പാസേജ്. യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഓസ്ട്രേലിയ. ഒരു വലിയ പാസേജാണ്. പ്രത്യേകിച്ച് പിക്ചേഴ്സ് ഒന്നുമില്ല. കാണുമ്പോൾ തന്നെ ഒരു അത്ര അസുഖം നമുക്ക് തോന്നിയെന്ന് വരില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, മാറ്റർ ഓഫ് ഫാക്ട് ഇങ്ങനെയാണ് പല IELTS റീഡിങ്ങിൻ്റെ പാസേജ് ഇരിക്കാറുള്ളത്. എനിവേ, ഈ പാസേജിനോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് പാരഗ്രാഫിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ബട്ട് നിങ്ങൾ ആദ്യം തന്നെ പാരഗ്രാഫ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വായിച്ച് നമ്മൾ പാരഗ്രാഫിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ബട്ട് വൺസ് അഗെയിൻ, ഞാൻ ലിസണിങ്ങിൻ്റെ കാര്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് നോ മോർ ദാൻ 3 വേർഡ്സ്. നോ മോർ ദാൻ 3 വേർഡ്സ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ ലെങ്ത് നിങ്ങളുടെ ആൻസേഴ്സിനുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ മേജർ കൺസിഡറേഷൻ ഇൻ കോളനൈസിങ് ഓസ്ട്രേലിയ വാസ് ബ്രിട്ടൻസ് ഡാഷ്. ഓസ്ട്രേലിയ ഒരു കോളനി ആക്കാനുള്ള പ്രധാന കാരണം ബ്രിട്ടൻ്റെ എന്തായിരുന്നു? ബ്രിട്ടൻ്റെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഓസ്ട്രേലിയ കോളനി ആക്കാൻ അവർ തീരുമാനിച്ചത്? സോ നമുക്ക് പാരഗ്രാഫിലോട്ട് തിരിച്ചു പോവാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. A number of reasons contributed to Britain's decision to colonize Australia. കുറേ കാരണങ്ങളുണ്ട് ഓസ്ട്രേലിയ കോളനൈസ് ചെയ്യാൻ. The most important factor, okay, നമ്മൾ എത്താറായി. Most important factor was Britain's need to relieve its overcrowded prisons. Okay, fine. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. യെസ്, ദി ആൻസർ ഈസ് overcrowded prisons. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ബ്രിട്ടനിൽ പ്രിസൺസ് ഒക്കെ ഓവർ ക്രൗഡഡ് ആയിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് അവരെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കോളനൈസ് ചെയ്തത്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇറ്റ് വാസ് തോട്ട് ദാറ്റ് ഡാഷ് കുഡ് ബി ഗെയിൻ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ഡ്യൂ ടു ദ ആക്സസ് പ്രൊവൈഡഡ് വിയ ഓസ്ട്രേലിയ. അതായത് ഓസ്ട്രേലിയ വഴി കിട്ടുന്ന ആക്സസിൽ നിന്ന് എന്തോ ഒരു കാര്യം ബ്രിട്ടന് ഗെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് എന്താണ് ബ്രിട്ടന് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പാരഗ്രാഫ്. Australia was of strategic importance to Britain and it provided a base for Royal Navy in the Eastern Sea. Also, Australia could be used as an entry point to the economic opportunities of the surrounding region. Okay, economic opportunities. ആ ഒരു റീജിയൻ്റെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഒരു ബേസായി, ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അതാണ് ആൻസർ നോക്കാം. യെസ്,
ദി ആൻസർ ഈസ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഫസ്റ്റ് ലൈനിൽ, സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ സെക്കൻഡ് ലൈനിൽ. ഈ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആൻസർ ഫിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Lord Sydney took every factor into account when he gave official permission for the dash of Australia. ലോർഡ് സിഡ്നി എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തു ഓസ്ട്രേലിയയുടെ എന്തിനോ വേണ്ടി പെർമിഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് താഴോട്ട് വായിക്കാം. All these points figured in the decision by Lord Sydney, Secretary of State of Home Affairs, to authorize the colonization. ഓക്കെ, അവിടെ പെർമിഷൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തതാണ്, ഇവിടെ ഓതറൈസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത്. ആൻഡ് ഓതറൈസ് ഡാഷ് കോളനൈസേഷൻ. മോസ്റ്റ് ലൈക്ലി ഉത്തരം കോളനൈസേഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് കോളനൈസേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഉത്തരം 3 കോളനൈസേഷൻ ആയത്. ദെൻ ദെയർ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. അതുകൊണ്ട് നോക്കിയേക്കാം. ബോട്ടണി ബേ വാസ് അബാൻഡൻ ബൈ ദ സെറ്റിലേഴ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് കവർ ആൻഡ് ഡാഷ്. ബോട്ടണി ബേ എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ സെറ്റിലേഴ്സ് അബാൻഡൻ ചെയ്തു, ഒഴിവാക്കി അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് കവർ അവർക്ക് കവർ അല്ലെങ്കിൽ ഒഴിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ കവർ ഇല്ല, അതിനോടൊപ്പം തന്നെ എന്തോ കൂടി ഇല്ലാത്തതുകൊണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ ആർതർ ഫിലിപ്പ് ലാൻഡഡ് വിത്ത് എ ഫുൾ ഫ്ലീറ്റ് ഓഫ് കോൺവിക്സ് അറ്റ് ബോട്ടണി ബേ എത്തി ഓൺ January 18, 1788. However, they left the bay 8 days later. ഓക്കെ, അപ്പം ബേ ഉപേക്ഷിച്ചു എന്നവരെത്തി 8 ഡേയ്സിന് ശേഷം ബേ ഉപേക്ഷിച്ചു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓപ്പൺനെസ്, അവിടെ കവർ ലാക്ക് ഓഫ് കവർ എന്നുള്ളതിന് പകരമാണ് ഇവിടെ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് പൂർ സോയിൽ ആൻഡ് സെറ്റിൽഡ് ഇൻസ്റ്റഡ് അറ്റ് പോർട്ട് ജാക്സൺ ഫ്യൂ കിലോമീറ്റേഴ്സ് നോർത്ത്. ഓക്കെ, ഇതിന് ആൻസർ നിങ്ങൾക്ക് ഏറെക്കുറെ ഗസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്നു. ദി ആൻസർ ഈസ് ഓഫ് കോഴ്സ് പൂർ സോയിൽ. അവിടെ ഓപ്പൺനെസ് എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്ക് എന്ന് പറയുന്നത് പൂർ സോയിലാണ്. ഇവിടെ നോ മോർ ദാൻ 3 വേർഡ്സ് ആയതുകൊണ്ട് തന്നെ പൂർ സോയിൽ എന്നുള്ള 2 വാക്ക് നമുക്ക് എഴുതാനും പറ്റും. ഒരു പക്ഷേ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കാം. ഇത് ഫില്ലിംഗ് ദ ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ആണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതെല്ലാവർക്കും എളുപ്പമായിരുന്നു. പക്ഷേ IELTS ലിസണിങ്ങിൻ്റെ ആക്ച്വൽ ഒരു മുഖം എന്ന് പറയുന്നത് ഇതല്ല. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ദിവസം ചെയ്യുന്നതായിരിക്കും. ടു ആക്സസ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്, മേക്ക് ഷുവർ ടു ഹിറ്റ് ദ ഫോളോ ബട്ടൺ ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ്.